empowering women in Christ. ഹല്ലേലൂയ. ഷെക്കേന ന്യൂസിലെ എല്ലാ പ്രിയ പ്രേക്ഷകർക്കും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും സമാധാനവും ആശംസിക്കുകയാണ്. എല്ലാവരെയും ഏറ്റവും സ്നേഹത്തോടെ പ്രഷില്ല പ്രോഗ്രാമിന്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നാം എല്ലാവരും ക്രിസ്മസിന്റെ ഏറ്റവും അടുത്തായിരിക്കുന്ന സമയങ്ങളാണ്. ഈ ഒരു സമയത്ത് കർത്താവിന്റെ വചനത്തിന്റെ മുൻപിലായിരിക്കുവാനായിട്ട് കർത്താവ് നമുക്ക് നൽകിയ ഒരു അവസരത്തെ ഓർത്ത് നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് നമ്മുടെ ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കാം. നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത് അബിഗായേലിനെ കുറിച്ചായിരുന്നു. പഴയ നിയമത്തിൽ നമ്മൾ കണ്ടുമുട്ടുന്ന അബിഗായേലിനെ കുറിച്ച്. നാബാലിന്റെ ഭാര്യയായി വർഷങ്ങളോളം വളരെ ക്ലേശതയിൽ മുന്നേറിയ ഒരു ജീവിതമായിരുന്നു അത്. എന്നാൽ കർത്താവിനോടും കർത്താവിന്റെ ആത്മാവിനോടും ചേർന്നാണ് അവൾ മുന്നേറിയത്. നമ്മൾ കണ്ടു, ജ്ഞാനത്താൽ നിറഞ്ഞ് തന്റെ കുടുംബത്തെ മുന്നോട്ട് നയിക്കുന്ന ഒരു ഉത്തമയായ സ്ത്രീ ആയിരുന്നു അബിഗായേൽ. വലിയ വലിയ പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഒക്കെ വന്നപ്പോൾ തികച്ചും ശാന്തമായി നിന്നുകൊണ്ട്, വളരെ കൃത്യതയോട് കൂടി ജ്ഞാനത്തിൽ നിന്നുകൊണ്ട് വിവേകത്തോടെ അവൾ മുന്നോട്ട് പോകുന്നതായി നമ്മൾ കാണുന്നുണ്ട്. അവളുടെ നടപടികളിലൂടെ ആ ഒരു കുടുംബം വലിയ ഭീഷണിയിൽ നിന്ന്, വലിയ ഒരു അപകടത്തിൽ നിന്ന് തന്നെ രക്ഷപ്പെടുന്നതായിട്ട് നമ്മൾ കണ്ടു. ജ്ഞാനത്തോടെ നമ്മുടെ ഭവനങ്ങളിൽ ആയിരിക്കേണ്ടതിന്റെ ആവശ്യകതയാണ് അബിഗായേലിലൂടെ കർത്താവ് നമ്മോട് സംസാരിച്ചത്. കർത്താവിനോട് നമുക്ക് പ്രാർത്ഥിക്കാൻ പ്രിയമുള്ളവരെ. ജ്ഞാനത്താൽ നമ്മെ നിറയ്ക്കുവാനായിട്ട്, കർത്താവിന്റെ സാന്നിധ്യത്താൽ നമ്മെ നയിക്കുവാനായിട്ട്, നമ്മുടെ സ്റ്റെപ്പുകളിൽ, നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങളിൽ ഒരിക്കലും തെറ്റാതെ കർത്താവിന്റെ സാന്നിധ്യത്തിൽ എപ്പോഴും ആയിരിക്കുവാനുള്ള ഒരു കൃപയ്ക്കായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. സങ്കീർത്തനങ്ങൾ 16-ാം അധ്യായം 11-ാം തിരുവാക്യത്തിൽ നമ്മൾ ഇപ്രകാരം വായിക്കുന്നുണ്ട്: അങ്ങ് എനിക്ക് ജീവന്റെ മാർഗം കാണിച്ചു തരുന്നു, അങ്ങയുടെ സന്നിധിയിൽ ആനന്ദത്തിന്റെ പൂർണ്ണതയുണ്ട്, അങ്ങയുടെ വലതു കൈയിൽ ശാശ്വതമായ സന്തോഷമുണ്ട്. നമ്മുടെ കർത്താവിന്റെ സന്നിധിയിലാണ് ആ ആനന്ദത്തിന്റെ പൂർണ്ണതയുള്ളത്. നമുക്ക് വഴി തെറ്റാതെ ജീവന്റെ വഴിയെ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുന്നത് കർത്താവിന്റെ സാന്നിധ്യത്തിൽ നമ്മൾ ആയിരിക്കുമ്പോഴാണ്. ആ ഒരു ആനന്ദത്തിന്റെ പൂർണ്ണതയിലേക്ക്, ആ ഒരു പൂർത്തീകരണത്തിലേക്ക് പ്രവേശിക്കുവാനായിട്ടുള്ള കൃപ ലഭിക്കുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. സന്തോഷത്തിന്റെ ആ ഒരു പൂർണ്ണത, ആനന്ദത്തോടെ നമ്മുടെ ജീവിത സാഹചര്യങ്ങളിൽ മുന്നോട്ട് പോകുവാനുള്ള കൃപ, അത് നമുക്ക് നൽകുന്നത് കർത്താവിന്റെ സാന്നിധ്യമാണ്. ആ സാന്നിധ്യത്തിന് വേണ്ടി തീക്ഷ്ണമായിട്ട് ആഗ്രഹിച്ചുകൊണ്ട് നാം ആയിരിക്കുന്നിടത്തിരുന്ന് കർത്താവിന്റെ സാന്നിധ്യത്തിന്റെ നിറവിനായിട്ട് നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, അങ്ങയുടെ സാന്നിധ്യത്താൽ ഞങ്ങളെ നിറയ്ക്കണമേ. കർത്താവേ, ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്, അങ്ങയുടെ ആനന്ദത്താൽ ഞങ്ങളെ നിറയ്ക്കണമേ. അങ്ങയുടെ സാന്നിധ്യത്താൽ ഞങ്ങളെ പൂരിതരാക്കണമേ. ഞങ്ങളുടെ ജീവിത സാഹചര്യങ്ങൾ എന്തു തന്നെയാണെങ്കിലും സന്തോഷത്തോടെ നേരിടുവാനായിട്ട് അങ്ങയുടെ സാന്നിധ്യത്താൽ ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ, ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ, ആരാധന, ആരാധന. കർത്താവേ, അങ്ങയുടെ സാന്നിധ്യം പകരണമേ, അങ്ങയുടെ അഭിഷേകം പകരണമേ. ഹല്ലേലൂയ. സാന്നിധ്യം എന്നോട് കൂടിരിക്കണം, നിന്റെ ബലമുള്ള ഭുജമെന്റെ തുണയാകണം, നിന്റെ വചനമെൻ പാദങ്ങൾക്കു ദീപമാകണം, നിന്റെ ശുദ്ധാത്മാവെന്റെ മേൽ അധികാരം ചെയ്യണം, നിന്റെ സാന്നിധ്യം എന്നോട് കൂടിരിക്കണം, നിന്റെ ബലമുള്ള ഭുജമെന്റെ തുണയാകണം, നിന്റെ വചനമെൻ പാദങ്ങൾക്കു ദീപമാകണം, നിന്റെ ശുദ്ധാത്മാവെന്റെ മേൽ അധികാരം ചെയ്യണം. ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്, അങ്ങയുടെ സാന്നിധ്യം എപ്പോഴും ഞങ്ങളുടെ ഒപ്പം ഉണ്ടായിരിക്കണം. ഈശോയെ, ഞങ്ങളെ വഴി നടത്തുന്നത് അങ്ങയുടെ സാന്നിധ്യമാകട്ടെ എന്ന് ഈശോയെ ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. അങ്ങയുടെ ബലമുള്ള ഭുജത്താൽ ഞങ്ങളെ നയിക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ, ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. ഹല്ലേലൂയ. ഇസ്രായേലിയ ബാലന്മാർക്കു നടുവിൽ നാലാമനായ നിന്റെ സാന്നിധ്യം, ഈരിയും തീച്ചോള കണ്ണിൽ ഇസ്രായേലിയ ബാലന്മാർക്കു നടുവിൽ നാലാമനായ നിന്റെ സാന്നിധ്യം, മുൾപ്പാടർപ്പെരിഞ്ഞിടാതെരിയും തീ മോശ കണ്ട ഞാനാകുന്നവൻ, ഞാനാകും നിന്നോരാളക്കം, മുൾപ്പാട
ബലമുള്ള ഭുജമെന്റെ തുണയാകണം. നിന്റെ വചനമെൻ പാദങ്ങൾക്കു ദീപമാകണം. നിന്റെ ശുദ്ധാത്മാവെന്റെ മേലധികാരം ചെയ്യണം. നിന്റെ സാന്നിധ്യം എന്നോട് കൂടിരിക്കണം. നിന്റെ ബലമുള്ള ഭുജമെന്റെ തുണയാകണം. നിന്റെ വചനമെൻ പാദങ്ങൾക്കു ദീപമാകണം. നിന്റെ ശുദ്ധാത്മാവെന്റെ മേലധികാരം ചെയ്യണം. പരിശുദ്ധാത്മാവിനെ ഞങ്ങളുടെ മേൽ അയക്കണമേ. അങ്ങയുടെ സാന്നിധ്യത്താൽ ഞങ്ങളെ നിറയ്ക്കണമേ. അങ്ങയുടെ സാന്നിധ്യമായിരിക്കട്ടെ ഞങ്ങളുടെ ബലം എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവ്, അങ്ങയുടെ മഹനീയമായ മഹത്വമേറിയ സാന്നിധ്യത്തിൽ ഞങ്ങളെ പൊതിയണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങൾ ഒന്ന് ചേർന്ന് അങ്ങേ ആരാധിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, അങ്ങയുടെ സാന്നിധ്യത്താൽ ഞങ്ങളെ പൊതിയണമേ. അങ്ങയുടെ സാന്നിധ്യത്താൽ ഞങ്ങൾ അഭിഷേകം ചെയ്യണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞങ്ങളുടെ പ്രിയപ്പെട്ട അമ്മേ മാതാവേ, കർത്താവിന്റെ സാന്നിധ്യത്തിൽ എപ്പോഴും പറ്റിപ്പിടിച്ചിരുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട അമ്മേ, ആ ഒരു കൃപ, ആ ഒരു ആഗ്രഹം ഞങ്ങൾക്ക് ലഭിക്കുവാനായിട്ട് അമ്മേ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. വിശുദ്ധ യോസേപ്പ് പിതാവേ, തിരുകുടുംബത്തിന്റെ പാലക, കർത്താവിന്റെ സാന്നിധ്യത്തെ വഹിക്കുന്നവരായിട്ട് ഞങ്ങൾ ഓരോരുത്തരും മാറുവാൻ, ഞങ്ങളുടെ കുടുംബങ്ങൾ മാറുവാൻ യോസേപ്പ് പിതാവേ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ, ആമേൻ. യേശുക്രിസ്തുവിൽ എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മൾ ഇന്നു മുതൽ പഠിക്കുവാനായിട്ട് ആരംഭിക്കുന്നത് പഴയ നിയമത്തിൽ ഉൽപ്പത്തി പുസ്തകത്തിൽ നമ്മൾ കണ്ടുമുട്ടുന്ന ലോത്തിന്റെ ഭാര്യയെ കുറിച്ചാണ്. നമുക്കൊക്കെ തന്നെ സുപരിചിതമായ ഒരു വ്യക്തിയാണ് ലോത്തിന്റെ ഭാര്യ. വളരെ കുറച്ചാണ് ലോത്തിന്റെ ഭാര്യയെ കുറിച്ച് വചനത്തിൽ നമ്മൾ കാണുന്നുള്ളൂ. എന്നാൽ ആ കുറച്ച് ഭാഗത്തു നിന്ന് തന്നെ നമുക്ക് ഒത്തിരിയേറെ പാഠങ്ങൾ നൽകുന്ന ഒരു വ്യക്തി ജീവിതമായിരുന്നു ലോത്തിന്റെ ഭാര്യയുടേത്. അവളുടെ പേരെന്താണെന്ന് തിരുവചനം നമുക്ക് പറഞ്ഞു തരുന്നില്ല. അവരുടെ മറ്റ് ജീവിത അവസ്ഥകളോ മറ്റു കാര്യങ്ങളോ ഒന്നും നമുക്ക് അറിഞ്ഞുകൂടാ. എന്നാൽ കർത്താവ് തന്റെ മനുഷ്യാവതാരത്തിൽ ഈ ഭൂമിയിലായിരുന്ന സമയത്ത് ലോത്തിന്റെ ഭാര്യയെ കുറിച്ച് പറഞ്ഞ ഒരു കാര്യമുണ്ട്. നമുക്ക് ആ തിരുവചനം ഒന്ന് ശ്രദ്ധിക്കാം. വിശുദ്ധ ലൂക്കാസ്ലിഹ എഴുതിയ സുവിശേഷം 17-ാം അധ്യായം അവിടെ 32-ാം തിരുവാക്യത്തിൽ കർത്താവ് എന്താ പറയുന്നത്? ലോത്തിന്റെ ഭാര്യയ്ക്ക് സംഭവിച്ചത് ഓർമ്മിക്കുക. ലോത്തിന്റെ ഭാര്യയ്ക്ക് സംഭവിച്ചത് ഓർമ്മിക്കുക. കർത്താവ് ഒത്തിരിയേറെ പ്രബോധനങ്ങൾ നമുക്ക് നൽകിയിട്ടുണ്ട്. എന്നാൽ ഇങ്ങനെ കൃത്യമായിട്ട് ഒരു വ്യക്തിയെ എടുത്ത് നമ്മോട് ഓർത്തിരിക്കാനായിട്ട് പറയുന്നത് ഇത് മാത്രമേ ഉള്ളൂ എന്നാ തോന്നുന്നത്. ലോത്തിന്റെ ഭാര്യയ്ക്ക് എന്താണ് സംഭവിച്ചതെന്ന് ഓർമ്മിക്കാൻ കർത്താവ് പറയുകയാണ്. കർത്താവ് അങ്ങനെ പറയുമ്പോൾ നിശ്ചയമായിട്ടും ലോത്തിന്റെ ഭാര്യയുടെ ജീവിതത്തിൽ നിന്ന് നമുക്ക് ഓരോരുത്തർക്കും വേണ്ട കാര്യങ്ങൾ കർത്താവ് പറഞ്ഞു തരുവാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ട്. നമുക്ക് ലോത്തിന്റെ ഭാര്യയുടെ ജീവിതത്തിലേക്ക് കടന്നു വരാം. നമുക്കറിയാം, അബ്രാഹവുമായി ബന്ധപ്പെട്ടാണ് ലോത്ത് വരുന്നത്. അബ്രാഹത്തിന്റെ സഹോദര പുത്രനായിരുന്നു ലോത്ത്. അബ്രാഹത്തിനെ കർത്താവ് വിളിച്ച് ഊർ എന്ന അവരുടെ ആ സ്ഥലത്ത് നിന്ന് പറഞ്ഞ് അവിടെ നിന്ന് പുറത്തു കൊണ്ടുവന്ന ആ സമയം മുതൽ അബ്രാഹത്തോടൊപ്പമുള്ളവനായിരുന്നു ലോത്ത്. അബ്രാഹത്തിനെ കർത്താവ് നടത്തിയ വിധങ്ങളും വഴികളും വളരെ അത്ഭുതകരമായ നയിപ്പുകളെല്ലാം കണ്ട വ്യക്തിയായിരുന്നു ലോത്ത്. ലോത്ത് എപ്പോഴാണ് വിവാഹം ചെയ്യുന്നതെന്ന് കൃത്യമായിട്ട് നമുക്ക് ബൈബിൾ പറഞ്ഞു തരുന്നില്ല. എന്നാൽ അവരങ്ങനെ പോന്ന് ഊറിൽ നിന്ന് നമുക്കറിയാം ഹാരാനിൽ കുറെ കാലം താമസിക്കുന്നുണ്ട്. ഹാരാനിൽ നിന്നും അബ്രാഹാം പുറപ്പെടുകയാണ്. അപ്പോഴും ലോത്ത് കൂടെയുണ്ട്. തുടർന്ന് അവരുടെ സമൃദ്ധിയുടെ നാളുകൾ വന്നപ്പോൾ, ഒത്തിരിയേറെ സമ്പത്ത് ഏറിയപ്പോൾ അവർ തങ്ങൾക്കുള്ള സമ്പത്ത് ഭാഗം വെച്ച് ലോത്ത് അബ്രാഹത്തിൽ നിന്ന് വേർപിരിയുന്ന ഒരു രംഗമുണ്ട്. ആ സമയത്ത് ലോത്ത് സ്വയം തെരഞ്ഞെടുക്കുന്നതാണ് സോതോം എന്ന സ്ഥലം. അന്ന് തിരുവചനം വ്യക്തമായി പറയുന്നുണ്ട് സോതോം തിന്മ നിറഞ്ഞ ഒരു സ്ഥലമായിരുന്നു എന്ന്. എന്നാൽ അവിടുത്തെ സമൃദ്ധി കണ്ട് ലോത്ത് സോതോമിലേക്ക് താമസം മാറുകയാണ്. സോതോമിൽ അങ്ങനെ കാലങ്ങൾ കഴിഞ്ഞു പോയി. കുറെ നാളുകൾ കഴിഞ്ഞു. അവിടെ മ്ലേച്ഛതയും തിന്മയും എല്ലാം നിറഞ്ഞ്
കർത്താവ് ആ ഒരു നഗരത്തിന്റെ മേൽ ന്യായവിധി വരുത്തുകയാണ്. ഇതുമായി ബന്ധപ്പെട്ടാണ് ലോത്തിന്റെ ഭാര്യയെ നമ്മൾ കണ്ടുമുട്ടുന്നത്. അതുവരെ ലോത്തിന്റെ ഭാര്യയെ കുറിച്ച് തിരുവചനം ഒന്നും പറയുന്നില്ല. എന്നാൽ ഈ ന്യായവിധി നടത്തുന്നതിന് മുൻപായിട്ട് കർത്താവ് 2 ദൂതന്മാരെ ലോത്തിന്റെ ഭവനത്തിലേക്ക് അയക്കുന്നുണ്ട്, അവർക്ക് മുന്നറിയിപ്പ് നൽകുവാനായിട്ട്. ആ നഗരം നശിപ്പിക്കപ്പെടാൻ പോവുകയാണെന്നും രക്ഷപ്പെടാനുള്ള മാർഗങ്ങൾ അവരെ അറിയിക്കുവാനും ഒക്കെയായിട്ട് 2 ദൂതന്മാർ ലോത്തിന്റെ ഭവനത്തിൽ എത്തിച്ചേരുന്നുണ്ട്. നമുക്ക് തിരുവചനത്തിലേക്ക് കടന്നു വരാം. ഉൽപ്പത്തിയുടെ പുസ്തകം 19-ാം അധ്യായം, അവിടെ 15-ാം തിരുവാക്യം എന്താണ് പറയുന്നതെന്ന് നമുക്ക് ശ്രദ്ധിക്കാം. നേരം പുലർന്നപ്പോൾ അങ്ങനെ ആ 2 ദൂതന്മാർ ലോത്തിന്റെ ഭവനത്തിൽ ഒരു രാത്രി മുഴുവൻ കഴിച്ചുകൂട്ടുകയാണ്. നേരം പുലർന്നപ്പോൾ ദൂതന്മാർ ലോത്തിനോട് പറഞ്ഞു, എഴുന്നേറ്റ് ഭാര്യയെയും പെൺമക്കൾ 2 പേരെയും കൂട്ടി വേഗം പുറപ്പെടുക, അല്ലെങ്കിൽ നഗരത്തോടൊപ്പം നിങ്ങളും നശിച്ചു പോകും. ഈ ഒരു മുന്നറിയിപ്പ് നൽകാനാണ് ആ 2 ദൂതന്മാർ ലോത്തിന്റെ ഭവനത്തിലേക്ക് കടന്നു വരുന്നത്. ലോത്തിന്റെ ഭാര്യയെ കുറിച്ച് തിരുവചനത്തിൽ നമ്മൾ ആദ്യം കണ്ടുമുട്ടുന്നത് ഇവിടെ വെച്ചാണ്. ആ ദൂതന്മാർ പറയുകയാണ് തന്റെ ഭാര്യയെയും 2 പെൺമക്കളെയും കൂട്ടി എത്രയും വേഗം നഗരത്തിന് പുറത്തേക്ക് പോകുവാനായിട്ട്. അവിടെ വെച്ചാണ് ലോത്തിന്റെ ഭാര്യയെ 2 പെൺമക്കളെ കുറിച്ച് കർത്താവ് നമുക്ക് മനസ്സിലാക്കി തരുന്നത്. നമുക്കറിയാം, നീതിമാനായിട്ട് കർത്താവ് കണ്ടത് ലോത്തിനെ മാത്രമായിരുന്നു. നീതിമാനായ ലോത്തിനെ രക്ഷിക്കുവാനായിട്ടാണ് ആ ദൂതന്മാരെ കർത്താവ് അങ്ങോട്ട് അയച്ചത്. ആ കൂടെ കർത്താവ് തന്റെ കരുണയാൽ നിറഞ്ഞ് ആ ഭാര്യയെയും 2 പെൺമക്കളെയും ആ കൂടെ രക്ഷിക്കാനായിട്ട് തയ്യാറാവുകയായിരുന്നു. തുടർന്ന് 16-ാം തിരുവചനത്തിൽ എന്താ പറയുന്നത്? എന്നാൽ അവൻ മടിച്ചു നിന്നു. കർത്താവിന് അവനോട് കരുണ തോന്നിയതുകൊണ്ട് ആ മനുഷ്യർ അവനെയും ഭാര്യയെയും മക്കളെയും കൈക്കു പിടിച്ച് നഗരത്തിന് പുറത്ത് കൊണ്ടുപോയി വിട്ടു. ലോത്ത് കുറെ നാളായിട്ട് വസിക്കുന്ന സ്ഥലമാണ്. അവരുടെ സമ്പത്ത്, സാധ്യതകള്, ഭവനം, കൂട്ടുകാര് അവരെല്ലാവരും ആ നഗരത്തിലാണ് ഉള്ളത്. അവരെയൊക്കെ വിട്ട് എന്തെന്നറിയാത്ത ഒന്നുമില്ലാത്തൊരവസ്ഥയിലേക്ക് ഇറങ്ങിപ്പോകാൻ അവർ മടിച്ചു നിന്നപ്പോൾ ദൂതന്മാർ കൈക്ക് പിടിച്ച് ബലം പ്രയോഗിച്ച് ലോത്തിനെയും ഭാര്യയെയും 2 പെൺമക്കളെയും നഗരത്തിന് വെളിയിലാക്കുകയാണ്. തുടർന്ന് 17-ാം തിരുവാക്യത്തിൽ എന്താ പറയുന്നത്? അവരെ പുറത്തു കൊണ്ടുചെന്ന് വിട്ടതിനു ശേഷം അവരിൽ ഒരുവൻ പറഞ്ഞു, ജീവൻ വേണമെങ്കിൽ ഓടിപ്പോവുക, പിന്തിരിഞ്ഞു നോക്കരുത്, താഴ്വരയിലെങ്ങും തങ്ങുകയും അരുത്, മലമുകളിലേക്ക് ഓടി രക്ഷപ്പെടുക, അല്ലെങ്കിൽ നിങ്ങൾ വെന്തു നശിക്കും. വളരെ വ്യക്തമായ മുന്നറിയിപ്പ് നൽകി ആ ദൂതന്മാര് അവരെ അവിടെ നിന്ന് പറഞ്ഞയക്കുകയാണ്. വളരെ വ്യക്തമായിട്ട് വീണ്ടും വീണ്ടും ആവർത്തിച്ച് അവിടെ നിന്നും ഓടി രക്ഷപ്പെടേണ്ടതിന്റെ അത്യാവശ്യകത അവർക്ക് മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട്. എന്നാൽ എന്താ സംഭവിച്ചത്? നമുക്ക് 19-ാം അധ്യായത്തിൽ 26-ാം തിരുവാക്യത്തിലേക്ക് കടന്നു വരാം. ലോത്തിന്റെ ഭാര്യ അവന്റെ പിറകെ വരുകയായിരുന്നു. അവൾ പിന്തിരിഞ്ഞു നോക്കിയതുകൊണ്ട് ഒരു ഉപ്പുതൂണായി തീർന്നു. ഇവിടെ പിന്തിരിഞ്ഞു നോക്കരുത് എന്ന് വ്യക്തമായിട്ട് ദൂതന്മാർ എടുത്തു പറഞ്ഞു. എങ്കിലും ലോത്തിന്റെ ഭാര്യ, ഈ 4 പേരും നടന്നു പോകുമ്പോൾ അവരിൽ ഏറ്റവും പിറകിലായിരുന്നു അവൾ പിന്തിരിഞ്ഞു നോക്കുകയാണ്. തന്റെ കഴിഞ്ഞ കാലത്തേക്ക്, തന്റെ ആ ഭവനത്തിലേക്ക്, തന്റെ സമ്പത്തിലേക്ക്, താൻ പിന്നിട്ടിട്ട് പോന്ന, താൻ പുറകിലിട്ടിട്ട് പോന്ന ആ കാര്യങ്ങളിലേക്ക് അവൾ പിന്തിരിഞ്ഞു നോക്കുകയാണ്. ആ തിരിഞ്ഞു നോക്കിയ മാത്രയിൽ തന്നെ അവൾ ഒരു ഉപ്പുതൂണായി തീരുകയാണ്. എന്റെ പ്രിയ സഹോദരങ്ങളെ, നമ്മൾ ക്രിസ്മസിനായിട്ട് ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. ഒത്തിരിയേറെ ആഘോഷങ്ങളും മറ്റു കാര്യങ്ങളും ഒക്കെയുണ്ട്. എന്നാൽ ആത്മീയമായ നമ്മുടെ ഒരുക്കത്തിലേക്ക് ആവശ്യമായ ഒരു ഇൻപുട്ടാണ് കർത്താവ് ഇവിടെ നമുക്ക് നൽകുന്നത്. കർത്താവ് വളരെ കാര്യമായിട്ട് അവിടെ അവൾക്കൊരു മുന്നറിയിപ്പ് കൊടുത്തായിരുന്നു. ഒരു തവണയല്ല, പല തവണ കർത്താവ് അവിടെ മുന്നറിയിപ്പ് നൽകുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. എന്നാൽ ആ മുന്നറിയിപ്പുകളെയൊക്കെ അവഗണിച്ച് അവൾ പിന്തിരിഞ്ഞു നോക്കുകയാണ്. താൻ ഇട്ടിട്ട് പോകുന്ന തന്റെ സമ്പാദ്യത്തിലേക്ക്, തന്റെ ആ പഴയ കാലത്തിലേക്ക് അവൾ പിന്തിരിഞ്ഞു നോക്കുകയാണ്. എന്റെ പ്രിയ സഹോദരങ്ങളെ, കർത്താവിന്റെ മുന്നറിയിപ്പുകൾക്ക് നമ്മൾ ആവശ്യമായ പ്രാധാന്യം നൽകുന്നുണ്ടോ? അതിന് ആവശ്യമായ രീതിയിൽ നമ്മുടെ ജീവിതത്തിൽ പരിഗണന കൊടുക്കുന്നുണ്ടോ എന്ന് നാം ഓരോരുത്തരും ചിന്തിക്കണം. എത്രമാത്രം മുന്നറിയിപ്പുകളാണ് പരിശുദ്ധ ബൈബിളിൽ നമുക്ക് കർത്താവ് നൽകിയിരിക്കുന്നത്. നമ്മുടെ വ്യക്തി ജീവിതത്തെ സംബന്ധിച്ച്, കുടുംബത്തെ സംബന്ധിച്ച്, നമ്മുടെ സമൂഹത്തെ സംബന്ധിച്ച്
നാം ആയിരിക്കുന്ന സമൂഹത്തിൽ നമ്മൾ എങ്ങനെ വ്യാപരിക്കണം എന്നതിനെ കുറിച്ച്, ഈ ലോകത്തിന് വരാൻ പോകുന്ന കാര്യങ്ങളെ കുറിച്ച് എല്ലാം കർത്താവ് മുന്നറിയിപ്പുകൾ നൽകിയിട്ടുണ്ട്. അതൊന്നും അറിഞ്ഞില്ല എന്ന ഭാവത്തിൽ നമ്മൾ സുഖമായിട്ട് അങ്ങനെ ജീവിച്ചു പോകുന്നവരാണോ എന്ന് നമ്മൾ സ്വയം ചിന്തിക്കണം. ഇവിടെ ലോത്തിന്റെ ഭാര്യ അവൾക്ക് ലഭിച്ച മുന്നറിയിപ്പിനെ ഗൗനിക്കാതിരുന്നപ്പോൾ, ആ മുന്നറിയിപ്പിനേക്കാൾ കൂടുതലായിട്ട് അവളുടെ ആ ഒരു അഭിവാഞ്യയ്ക്ക് വേണ്ടി അവൾ താണു കൊടുത്തപ്പോൾ അവൾക്ക് വലിയ നാശം സംഭവിക്കുകയാണ്. അത് ഇന്നും അവിടെ നിലനിൽക്കുന്നുണ്ടെന്ന് തിരുവചനം പറയുന്നേ. നമുക്ക് ജ്ഞാനത്തിന്റെ പുസ്തകത്തിലേക്ക് ഒന്ന് കടന്നു വരാം. അവിടെ 10-ാം അധ്യായം 7-ാം തിരുവാക്യത്തിൽ കർത്താവ് സോദോം ഗൊമോറയുടെ നാശത്തെക്കുറിച്ച് പറയുന്നുണ്ട്. എന്താ തിരുവചനം പറയുന്നത്? അവരുടെ ദുഷ്ടതയുടെ തെളിവ് ഇന്നും കാണാം. സദാ പുക ഉയരുന്ന ശൂന്യ പ്രദേശം, കനിയാകാത്ത കായ്കൾ വഹിക്കുന്ന വൃക്ഷങ്ങൾ, അവിശ്വാസിയുടെ സ്മാരകമായ ഉപ്പുതൂൺ. അവിശ്വാസിയുടെ സ്മാരകമായ ഉപ്പുതൂണ് ഇന്നും നമുക്ക് വിശുദ്ധ നാട്ടിൽ പോകുന്നവര് പറയുന്നത് കേട്ടറിയാം. ഇന്നും ആ ഉപ്പുതൂൺ അവിടെ നിലനിൽക്കുന്നുണ്ടെന്നാ പറയുന്നത്. അവിശ്വാസത്തിന്റെ സ്മാരകമായിട്ട്, മുന്നറിയിപ്പുകളെ അവഗണിച്ചതിന്റെ ഒരു ഓർമ്മയ്ക്കായിട്ട് അത് നിത്യതയോളം എന്ന പോലെ അവിടെ നിൽക്കുകയാണ്. നമുക്ക് ഓരോരുത്തർക്കും വലിയ മുന്നറിയിപ്പായിട്ട് ആ ഉപ്പ് തൂണായിട്ട് ലോത്തിന്റെ ഭാര്യ ഇന്നും അവിടെ നിലനിൽക്കുകയാണ്. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, വളരെ പേടിയോടെ നമ്മൾ നോക്കേണ്ട ഒരു കാര്യമാണ് മുന്നറിയിപ്പുകൾക്ക് നാം ഓരോരുത്തർക്കും എത്രമാത്രം വില കൊടുക്കുന്നുണ്ട് എന്നുള്ളത്. നമുക്കറിയാം, ക്രിസ്മസിനായിട്ട് നമ്മൾ ഒരുങ്ങുകയാണ്. ക്രിസ്മസ് എന്ന് പറയുന്നത് നമ്മുടെ കർത്താവിന്റെ മനുഷ്യാവതാരത്തിന്റെ ഓർമ്മയാണ്. ഒരു കുഞ്ഞായിട്ട് നമ്മുടെ ഈശോ ഈ ഭൂമിയിൽ വന്ന് പിറന്നതിന്റെ ഓർമ്മയാണ് നമ്മൾ ക്രിസ്മസ് ആയിട്ട് ആഘോഷിക്കുന്നത്. അതിന്റെ ആഘോഷങ്ങളിലേക്ക് നമ്മൾ കടക്കുമ്പോൾ കർത്താവ് അങ്ങനെ മനുഷ്യനായി അവതരിച്ചു എന്നെനിക്ക് ഉറപ്പുള്ളത് കൊണ്ടാണല്ലോ നമ്മൾ ആഘോഷിക്കുന്നത്. അതുപോലെ തന്നെ ഉറപ്പുള്ള ഒരു കാര്യമാണ് കർത്താവ് വീണ്ടും വരുമെന്നുള്ളത്. കർത്താവ് തന്നെ നമ്മോട് പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, ഞാൻ വീണ്ടും വരുന്ന കാര്യങ്ങളെ കുറിച്ച്. ആ സമയത്ത് നിങ്ങൾ എന്തൊക്കെ ചെയ്യണമെന്നത്, എന്തൊക്കെ അടയാളങ്ങളാണ് ഉള്ളത് എന്നതൊക്കെ കർത്താവും കർത്താവിന്റെ പ്രവാചകര് കർത്താവിന്റെ 1-ാം വരവിനെ കുറിച്ച് പ്രവചിച്ച അതേ പ്രവാചകന്മാർ തന്നെ 2-ാം വരവിനെ കുറിച്ചും പ്രവചിച്ചിട്ടുണ്ട്. 1-ാം വരവ് പൂർത്തീകരിക്കപ്പെട്ടു. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, 2-ാം വരവും നിശ്ചയമായും പൂർത്തീകരിക്കപ്പെടും. കർത്താവിന്റെ മാലാഖമാര് നമ്മോട് പ്രവചിച്ചിട്ടുണ്ട് കർത്താവിന്റെ 2-ാം വരവിനെ കുറിച്ച്. ഇവരെക്കാൾ ഒക്കെ ഉപരിയായിട്ട് കർത്താവ് തന്നെ നമുക്ക് ഇഷ്ടം പോലെ പറഞ്ഞു തന്നിട്ടുണ്ട് കർത്താവിന്റെ 2-ാം വരവിനെ കുറിച്ച്, അതിന്റെ മുന്നറിയിപ്പുകളെ കുറിച്ച്. ആ മുന്നറിയിപ്പുകൾക്ക് നാം എത്രമാത്രം പ്രാധാന്യം കൊടുക്കുന്നുണ്ട് നമ്മൾ ചിന്തിക്കണം പ്രിയമുള്ളവരെ. ലോത്തിന്റെ ഭാര്യ തനിക്ക് ലഭിച്ച മുന്നറിയിപ്പുകൾ സ്വീകരിച്ചിരുന്നെങ്കിൽ അവൾക്ക് സുഖമായിട്ട് പിന്നീടുള്ള കാലം ജീവിക്കാമായിരുന്നു. എന്നാൽ ആ മുന്നറിയിപ്പുകളെ അവഗണിച്ചപ്പോൾ അവൾ നശിച്ചു പോവുകയാ ചെയ്യുന്നത്. ഇതുപോലെ നമ്മുടെ ആത്മീയ ജീവിതത്തിൽ കർത്താവ് നൽകിയ ഒട്ടനവധി മുന്നറിയിപ്പുകൾ നമ്മൾ സ്വീകരിക്കുന്നില്ലെങ്കിൽ ഇതുപോലെ സ്പിരിച്വൽ പാരലൈസിസിലേക്കാണ് നമ്മൾ കടന്നു പോവുക. നമ്മൾ സ്റ്റക്കായി പോകും പ്രിയമുള്ളവരെ. ലോത്തിന്റെ ഭാര്യ അവിടെ നിന്നതുപോലെ ആത്മീയ ഓട്ടത്തിൽ നമ്മൾ സ്റ്റക്കായി പോകും. കർത്താവ് ഇഷ്ടം പോലെ മുന്നറിയിപ്പുകൾ നൽകിയിട്ടുണ്ട്. പ്രത്യേകിച്ച് 2-ാം വരവിനെ കുറിച്ച് എല്ലാ സുവിശേഷങ്ങളിലും നമുക്ക് കാണുവാൻ സാധിക്കും. ഒത്തിരിയേറെ അടയാളങ്ങൾ, ഒത്തിരിയേറെ മുന്നറിയിപ്പുകൾ നമുക്ക് ലഭിക്കുന്നുണ്ട്. ആ മുന്നറിയിപ്പുകൾക്കൊക്കെ അവസാനം കർത്താവ് പറയുന്ന ഒരു കാര്യമുണ്ട്. വിശുദ്ധ മർക്കോസ് ലീഹ എഴുതിയ സുവിശേഷത്തിലേക്ക് നമുക്കൊന്ന് കടന്നു വരാം. അവിടെ 13-ാം അധ്യായം 23-ാം തിരുവാക്യത്തിൽ കർത്താവ് എന്താ പറയുന്നത്? നിങ്ങൾ ജാഗരൂകരായിരിക്കുവേൻ, എല്ലാം ഞാൻ മുൻകൂട്ടി നിങ്ങളോട് പറഞ്ഞിരിക്കുന്നു. നിങ്ങൾ ജാഗരൂകരായിരിക്കുവിൻ, എല്ലാം ഞാൻ മുൻകൂട്ടി നിങ്ങളോട് പറഞ്ഞിരിക്കുന്നു എന്നാ കർത്താവ് പറയുന്നത്. കർത്താവിന്റെ പ്രത്യാഗമനത്തെ കുറിച്ചുള്ള അടയാളങ്ങളാണ് മർക്കോസ് ലീഹയുടെ സുവിശേഷം 13-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നത്. അതിന്റെ എല്ലാം അവസാനമാണ് കർത്താവ് ഈ ഒരു വാക്യം നമ്മോട് പറയുന്നത്. നിങ്ങൾ ജാഗരൂകരായിരിക്കുവിൻ, എല്ലാം ഞാൻ മുൻകൂട്ടി നിങ്ങളോട് പറഞ്ഞിരിക്കുന്നു. എല്ലാ മുന്നറിയിപ്പും നമുക്ക് ലഭിച്ചു കഴിഞ്ഞു പ്രിയമുള്ളവരെ. ആ മുന്നറിയിപ്പുകൾക്ക് വേണ്ടതായ പ്രാധാന്യം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കൊടുക്കുന്നുണ്ടോ? അതോ വെറും കഥകളായിട്ട് നമുക്കത് തോന്നുന്നുണ്ടോ? നിസ്സാരമായിട്ട് നമ്മൾ അതിനെയൊക്കെ കാണുന്നുണ്ടോ? മുന്നറിയിപ്പുകൾക്ക് എത്രമാത്രം പ്രാധാന്യം കൊടുക്കണമെന്ന ലോത്തിന്റെ ഭാര്യയിലൂടെ നമ്മൾ കണ്ടത്. ലോത്തിന്റെ ഭാര്യയെ വീണ്ടും വീണ്ടും ആ ദൂതന്മാര് വലിച്ചുകൊണ്ട് വരുന്നുണ്ട്, വീണ്ടും വീണ്ടും പറഞ്ഞു കൊടുക്കുന്നുണ്ട്.
പിന്തിരിഞ്ഞു നോക്കരുത്, നിങ്ങൾ നശിക്കും, വെന്തു പോകും എന്നൊക്കെ പറയുന്നുണ്ട്. 3 4 വട്ടം ലോത്തിനോടും ലോത്തിന്റെ കുടുംബത്തോടും ദൂതന്മാർ ഇത് പറയുന്നുണ്ട്. എന്നാൽ ആ ലോത്തിന്റെ ഭാര്യയ്ക്ക് അതിന് വേണ്ട പ്രാധാന്യം കൊടുക്കാൻ സാധിച്ചില്ല. ആ ഒരു അപകടത്തിലേക്ക് നമ്മൾ കടന്നു പോകരുത് പ്രിയമുള്ളവരെ. പ്രവാചകനായ ആമോസിന്റെ പുസ്തകത്തിൽ 3-ാം അധ്യായം 7-ാം തിരുവാക്യത്തിൽ കർത്താവ് നമുക്കൊരു രഹസ്യം പറഞ്ഞു തരുന്നുണ്ട്. ദൈവമായ കർത്താവ് തന്റെ ദാസരായ പ്രവാചകന്മാർക്ക് തന്റെ രഹസ്യങ്ങൾ വെളിപ്പെടുത്താതെ ഒന്നും ചെയ്യുന്നില്ല. ദൈവമായ കർത്താവ് അതെല്ലാം മുൻകൂട്ടി പറയുമെന്ന ആമോസിന്റെ പ്രവചനത്തിൽ നമ്മൾ കാണുന്നത്. ഇത് തന്നെയല്ലേ കർത്താവും നമ്മോട് പറഞ്ഞത്? എല്ലാം ഞാൻ മുൻകൂട്ടി പറഞ്ഞു കഴിഞ്ഞു എന്ന്. അതെല്ലാം നമ്മൾ നോക്കി വായിച്ച് മനസ്സിലാക്കേണ്ട ഒരേ ഒരു ആവശ്യകതയേ ഉള്ളൂ. അത് മനസ്സിലാക്കി അതിനനുസരിച്ച് നമ്മളുടെ ജീവിതങ്ങൾ ക്രമീകരിക്കാനാ കർത്താവ് നമ്മോട് ആവശ്യപ്പെടുന്നത്. നമ്മൾ അതിന് തയ്യാറാകുന്നില്ലെങ്കിൽ വിശുദ്ധ ലൂക്കാസ് എഴുതിയ സുവിശേഷം 17-ാം അധ്യായത്തിലേക്ക് നമുക്ക് കടന്നു വരാം. 32-ാം തിരുവാക്യം. ലോത്തിന്റെ ഭാര്യയ്ക്ക് സംഭവിച്ചത് ഓർമ്മിക്കുക. കർത്താവ് തന്നെയാ പറയുന്നത്, ലോത്തിന്റെ ഭാര്യയ്ക്ക് സംഭവിച്ചത് ഓർമ്മിക്കുക. തുടർന്ന് അടുത്ത വാക്യത്തിൽ, തന്റെ ജീവൻ നിലനിർത്താൻ പരിശ്രമിക്കുന്നവൻ അത് നഷ്ടപ്പെടുത്തും. എന്നാൽ തന്റെ ജീവൻ നഷ്ടപ്പെടുത്തുന്നവൻ അത് നിലനിർത്തും. നമ്മുടെ ജീവിതം നിലനിർത്തിക്കൊണ്ട് പോകാനായിട്ട് നമ്മൾ നെട്ടോട്ടം ഓടുമ്പോൾ കർത്താവ് പറഞ്ഞ കാര്യങ്ങൾ ഒന്നും ശ്രദ്ധിക്കാതെ നമ്മുടേതായ തീരുമാനങ്ങളിൽ, നമ്മുടേതായ ആഗ്രഹങ്ങളിൽ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ കർത്താവ് പറയുകയാണ്, അപ്പോൾ നിങ്ങൾ അത് നഷ്ടപ്പെടുത്തുകയാ ചെയ്യുന്നതെന്ന്. കർത്താവ് പറഞ്ഞ കാര്യങ്ങൾക്ക് വേണ്ടുന്നതായ പ്രാധാന്യം കൊടുത്ത് അതിനനുസരിച്ച് നമ്മുടെ ജീവിതങ്ങളിൽ മാറ്റം വരുത്താനാ കർത്താവ് പറയുന്നത്. ലോത്തിന്റെ ഭാര്യയ്ക്ക് എന്താണ് സംഭവിച്ചതെന്ന് നിങ്ങൾ ഓർമ്മിക്കുവിൻ. അത് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് അതൊന്ന് ഓർക്കുന്നത് നല്ലതാണ്. കർത്താവിന്റെ മുന്നറിയിപ്പുകളെ നമ്മൾ അവഗണിക്കുമ്പോൾ, അതിന് വേണ്ടുന്നതായ പ്രാധാന്യം കൊടുക്കാതെ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ലോത്തിന്റെ ഭാര്യ നമുക്ക് മുൻപിൽ ഒരു ചോദ്യചിഹ്നമായി കർത്താവ് നിർത്തി തരികയാണ്. വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം 13-ാം അധ്യായം 23-ാം വാക്യത്തിൽ കർത്താവ് പറഞ്ഞ കാര്യം നമുക്ക് ഒരിക്കൽ കൂടി ഒന്ന് ശ്രദ്ധിക്കാം. നിങ്ങൾ ജാഗരൂകരായിരിക്കുവിൻ. എല്ലാം ഞാൻ മുൻകൂട്ടി നിങ്ങളോട് പറഞ്ഞിരിക്കുന്നു. വീണ്ടും 36, 37 തിരുവാക്യങ്ങളിൽ തന്റെ പ്രത്യാഗമനത്തെ കുറിച്ചുള്ള മുന്നറിയിപ്പുകൾ കർത്താവ് വീണ്ടും നൽകിക്കൊണ്ടിരിക്കുകയാണ്. എന്താ തിരുവചനം പറയുന്നത്? അവൻ പെട്ടെന്ന് കയറി വരുമ്പോൾ, കർത്താവ് തന്റെ പ്രത്യാഗമനത്തെ കുറിച്ചുള്ള ഒരു ഉപമ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. ആ ഗൃഹനാഥനെ കുറിച്ച് പറഞ്ഞു വരികയാണ്. ഗൃഹനാഥൻ പെട്ടെന്ന് കയറി വരുമ്പോൾ നിങ്ങളെ നിദ്രാധീനരായി കാണരുതല്ലോ. ഞാൻ നിങ്ങളോട് പറയുന്നത് എല്ലാവരോടുമായിട്ടാണ് പറയുന്നത്. ജാഗരൂകരായിരിക്കുവിൻ. കർത്താവ് വീണ്ടും വീണ്ടും നമ്മോട് പറയുകയാണ്, ജാഗരൂകരായിരിക്കുവിൻ, എപ്പോഴും ശ്രദ്ധയോടെ ആയിരിക്കുവിൻ. എല്ലാ മുന്നറിയിപ്പുകളും ഞാൻ നൽകി കഴിഞ്ഞു എന്നാ കർത്താവ് പറയുന്നത്. ആ മുന്നറിയിപ്പുകളെ നോക്കിക്കൊണ്ട്, അതിന്റെ പൂർത്തീകരണങ്ങളെ നോക്കിക്കൊണ്ട് ജാഗരൂകരായിരിക്കുവിൻ എന്ന കർത്താവ് വീണ്ടും വീണ്ടും സുവിശേഷങ്ങളിൽ ആഹ്വാനം ചെയ്യുന്നത്. ഈ ആഹ്വാനങ്ങൾക്ക് വേണ്ടത്ര പ്രാധാന്യം നമ്മൾ കൊടുക്കുന്നുണ്ടോ? അതെയോ ലോത്തിന്റെ ഭാര്യയെ പോലെ ഈ മുന്നറിയിപ്പുകളെ അവഗണിച്ച് മുന്നോട്ട് പോകുന്നവരാണോ നമ്മൾ? ചിന്തിക്കുക പ്രിയമുള്ളവരെ. ക്രിസ്മസിനായിട്ട് നമ്മൾ ഒരുങ്ങുന്ന ഈ സമയത്ത് കർത്താവിന്റെ 2-ാം വരവിനായിട്ടുള്ള ഒരുക്കം നാം എത്രമാത്രം എത്തിയിട്ടുണ്ട്, എത്രമാത്രം ഞാൻ ഒരുങ്ങിയിട്ടുണ്ട്. കർത്താവിന്റെ 1-ാം വരവിനെ നമ്മൾ ഇങ്ങനെ ആഘോഷിക്കുമ്പോൾ കർത്താവിനത് സന്തോഷമാണ്. എന്നാൽ എത്രമാത്രം തന്റെ പ്രത്യാഗമനത്തിന് വേണ്ടി നമ്മൾ ഒരുങ്ങുന്നുണ്ട്? നമ്മൾ ചിന്തിക്കുക. കർത്താവിനോട് ചേർന്ന് നമ്മളുടെ ജീവിതങ്ങളെ ക്രമീകരിക്കുക. മുന്നറിയിപ്പുകൾക്ക് വേണ്ട പ്രാധാന്യം കൊടുത്തുകൊണ്ട് നമുക്ക് നമ്മുടെ മുന്നോട്ടുള്ള ജീവിതത്തെ ക്രമീകരിക്കാം പ്രിയമുള്ളവരെ. കർത്താവ് നൽകിയ മുന്നറിയിപ്പുകളെ സ്വീകരിച്ച് അതിനനുസരിച്ച് നമ്മുടെ ജീവിതങ്ങളെ ക്രമീകരിക്കുവാനുള്ള കൃപയ്ക്കായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവ് നൽകിയ ആഹ്വാനങ്ങളെ ഓർത്ത് നന്ദി പറഞ്ഞുകൊണ്ട് നാം ആയിരിക്കുന്നിടത്തിരുന്ന് കർത്താവിനോട് ചേർന്ന്
നമുക്ക് അവിടുത്തെ ആരാധിക്കുവാനായിട്ട്, മുന്നറിയിപ്പുകൾക്ക് അനുസരിച്ച് നമ്മുടെ ജീവിതങ്ങളെ ക്രമീകരിക്കുവാനുള്ള കൃപ ലഭിക്കുവാനായിട്ട് പ്രാർത്ഥിക്കാം. നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ കർത്താവിന്റെ പ്രത്യാഗമനത്തെ നോക്കിയിരിക്കുന്ന ആ ഒരു സന്തോഷത്തോടെ നമുക്ക് ചേർന്ന് പാടി നമ്മുടെ കർത്താവിനെ ആരാധിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവെ, ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. കർത്താവെ, അങ്ങ് ഞങ്ങൾക്ക് നൽകിയ മുന്നറിയിപ്പുകളെ ഓർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു. അത് വേണ്ട വിധം ഞങ്ങളുടെ ജീവിതങ്ങളിലേക്ക് ഏറ്റെടുക്കുവാനുള്ള കൃപയ്ക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ. പ്രിയ രക്ഷകൻ നീതിയിൻ സൂര്യനായി തേജസ്സിൽ വെളിപ്പെടുമേ. ഹല്ലേലൂയ. എൻ പ്രിയ രക്ഷകൻ നീതിയിൻ സൂര്യനായി തേജസ്സിൽ വെളിപ്പെടുമേ. ഹല്ലേലൂയ. താമസമെന്നിയേ മേഘത്തിൽ വരും താൻ, താമസമെന്നിയേ മേഘത്തിൽ വരും താൻ, കാതയാമെന്നയും ചേർത്തിടും നിശ്ചയമായി. എൻ പ്രിയ രക്ഷകൻ നീതിയിൻ സൂര്യനായി തേജസ്സിൽ വെളിപ്പെടുമേ. വിശ്വസിക്കുന്നു കർത്താവേ, ഞങ്ങൾ ഏറ്റു പറയുകയാണ്. ഞങ്ങൾ അങ്ങയുടെ പ്രത്യാഗമനത്തെ നോക്കിയിരിക്കുകയാണ് കർത്താവെ. ഞങ്ങൾ അതിൽ വിശ്വസിക്കുന്നു. അതിനായിട്ട് ഒരുങ്ങുവാനായിട്ട് കർത്താവെ ഞങ്ങൾക്ക് കൃപ ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, കൃപയായിരിക്കണമേ. ഹല്ലേലൂയ. ആനന്ദപുരത്തിലെ വാസം ഞാൻ ഓർക്കുമ്പോൾ ഇഹത്തിലെ കഷ്ടം സാരമോ. ആമേൻ, ആമേൻ. ആനന്ദപുരത്തിലെ വാസം ഞാൻ ഓർക്കുമ്പോൾ ഇഹത്തിലെ കഷ്ടം സാരമോ. ഹല്ലേലൂയ. പ്രത്യാശഗാനങ്ങൾ പാടി ഞാൻ നിത്യവും, പ്രത്യാശഗാനങ്ങൾ പാടി ഞാൻ നിത്യവും, സ്വർഗീയ സന്തോഷം ഇഹത്തിലുണ്ടിന്നലെ. എൻ പ്രിയ രക്ഷകൻ നീതിയിൻ സൂര്യനായി തേജസ്സിൽ വെളിപ്പെടുമേ. ഹല്ലേലൂയ. എൻ പ്രിയ രക്ഷകൻ നീതിയിൻ സൂര്യനായി തേജസ്സിൽ വെളിപ്പെടുമേ. ഈശോയെ ആരാധന. താമസമെന്നിയേ മേഘത്തിൽ വരും താൻ, താമസമെന്നിയേ മേഘത്തിൽ വരും താൻ, കാതയാമെന്നയും ചേർത്തിടും നിശ്ചയമായി. എൻ പ്രിയ രക്ഷകൻ നീതിയിൻ സൂര്യനായി തേജസ്സിൽ വെളിപ്പെടുമേ. ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ഞങ്ങളെ വഴി നടത്തുന്ന വിധങ്ങളെ ഓർത്ത് കർത്താവേ ഞങ്ങൾ നന്ദി പറയുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ നന്ദി, ഈശോയെ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, അങ്ങയുടെ വീണ്ടും വരവിനായിട്ട്, അങ്ങയുടെ പ്രത്യാഗമനത്തിനായിട്ട് ആവശ്യമായ രീതിയിൽ ഒരുങ്ങുവാൻ, മുന്നറിയിപ്പുകളെ ഏറ്റെടുത്തുകൊണ്ട് അതിനനുസരിച്ച് ഞങ്ങളുടെ ജീവിതങ്ങളെ ക്രമീകരിക്കുവാനുള്ള കൃപ കർത്താവെ ഞങ്ങൾക്ക് നൽകണമേ. അതിനായിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. ഈശോയെ നന്ദി, ഈശോയെ നന്ദി. ഹല്ലേലൂയ. ആമേൻ. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, നമുക്ക് വീണ്ടും അടുത്ത ആഴ്ച ലോത്തിന്റെ ഭാര്യയിലൂടെ കർത്താവ് നൽകുന്ന മറ്റൊരു സന്ദേശവുമായിട്ട് ഒരുമിച്ചായിരിക്കാം. എല്ലാവർക്കും ക്രിസ്മസിന്റെ എല്ലാ അനുഗ്രഹങ്ങളും നന്മകളും നേരുകയാണ്. കർത്താവിന്റെ ആ ഒരു മനുഷ്യാവതാരത്തിലൂടെ മനുഷ്യവംശത്തിന് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങളും നമ്മളുടെ കുടുംബങ്ങൾക്ക് സ്വന്തമാകട്ടെ. ആ ഒരു കൃപ നാം എല്ലാവരും പ്രാപിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കുകയും പരിപാലിക്കുകയും ചെയ്യട്ടെ. നിങ്ങളുടെ അഭിപ്രായങ്ങളും പ്രാർത്ഥനാ നിയോഗങ്ങളും ഞങ്ങളെ അറിയിക്കുക. ഞങ്ങളുടെ നമ്പർ 9495219811. ഞങ്ങളുടെ ഇമെയിൽ priscilla@gmail.com. ഞങ്ങളുടെ അഡ്രസ് പ്രിഷില്ല ഷെക്കിന ന്യൂസ്, താളിക്കോട്, പട്ടിക്കാട് PO, തൃശൂർ, കേരള 680652.